ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഹിന്ദി ചാപ്റ്ററാണ്. അപ്പോൾ ഹിന്ദി ചാപ്റ്ററിലെ ആദ്യത്തെ പാഠഭാഗമായ ബീർ ബഹൂട്ടിയാണ്. ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞാൽ ഒരു കഥയാണ്. ഈ കഥ എഴുതിയത് ഇന്ത്യയിലെ അറിയപ്പെടുന്ന കഥാകൃത്തും കവിയൊക്കെ ആയിട്ടുള്ള പ്രഭാതാണ്. അപ്പം പ്രഭാതിൻ്റെ ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ള ബീർ ബഹൂട്ടി. ബീർ ബഹൂട്ടി എന്ന് പറയുന്ന കഥ രാജസ്ഥാനിലെ ഫുല്ലേറയിൽ നടക്കുന്ന ഒരു കഥയാണ് ബീർ ബഹൂട്ടി. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഇസ് കഹാനി കാ പ്രമുഖ കഥാപാത്ര ബേല ഓർ സാഹിൽ. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് ബേലയും സാഹിലുമാണ്. ബേല ഓർ സാഹിൽ ഗർസെ വീട്ടിൽ നിന്നും കുറച്ച് മുമ്പേ സ്കൂളിലേക്ക് പോകും. പക്ഷെ അവരുടെ സ്കൂളിലേക്ക് എത്തുന്നതിന് മുമ്പേ അവരുടെ പ്രിയപ്പെട്ട വിനോദം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നേരത്തെ പുറപ്പെടും. പക്ഷേ അവരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെയുള്ള നനഞ്ഞ മണ്ണിൽ ഇരുന്നു കൊണ്ട് അവർ ബീർ ബഹൂട്ടി അന്വേഷിക്കും. കസ്ബേസെ പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന സഡ്കർ ചേർന്ന് കിടക്കുന്ന ഗിലീസമീൻ നനഞ്ഞ മണ്ണിൽ ഇരുന്നു കൊണ്ട് ബെല ഓർ സാഹിൽ ബെലയും സാഹിലും ബീർ ബഹൂട്ടിയും ഗോജിത്താഹെ ബീർ ബഹൂട്ടി അന്വേഷിക്കും. രണ്ട് കുട്ടികൾ ബെലയും സാഹിലും. ബെല ഓർ സാഹിൽ 5वीं कक्षा में पढ़ता है, 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ബീർ ബഹൂട്ടി ഒന്ന് പരിചയപ്പെടാം. എന്താണ് ബീർ ബഹൂട്ടി? ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞാൽ ധർത്തി പർ മണ്ണിലൂടെ ചൽത്തി ഫിർത്തി ചുറ്റിക്കറങ്ങുന്ന ഗോൻകി രക്തനിറമുള്ള ഒരു കീടം, ഒരു പ്രാണി ആണെന്ത് ബീർ ബഹൂട്ടി. ബീർ ബഹൂട്ടിക്ക് വിശേഷത ക്യാ ഹെ? എക്സാമിന് ചോദിക്കും ബീർ ബഹൂട്ടിക്ക് വിശേഷത ക്യാ ഹെ? ബീർ ബഹൂട്ടിയുടെ പ്രത്യേകത ധർത്തി പർ ചൽത്തി ഫിർത്തി ഗോൻകി പ്യാരി പ്യാരി ബൂന്തേം സ്വർഗമുലായി. മണ്ണിലൂടെ, അതായത് ഭൂമിയിലൂടെ ചൽത്തി ഫിർത്തി ചുറ്റിക്കറങ്ങുന്ന ഗോൻകി രക്തനിറമുള്ള രക്തത്തിൻ്റെ പ്രിയപ്പെട്ട തുള്ളികളെ ആണ് എന്ത് പറയുന്നത്? ബീർ ബഹൂട്ടി എന്ന് പറയുന്നത്. ഇപ്പം ബെല ഓർ സാഹിൽ ഗിലിസമീൻ പർ ബീർ ബഹൂട്ടിയാൻ കുഴുത്തായ നനഞ്ഞ മണ്ണിരുന്നു കൊണ്ട് ബെലയും സാഹിലും ബീർ ബഹൂട്ടി അന്വേഷിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സാഹിൽ ചോദിക്കുകയാണ്, ബെല ദേഖോ നോക്കൂ, ഈ ബീർ ബഹൂട്ടി കാ രംഗ്, ഈ ബീർ ബഹൂട്ടിയുടെ നിറം തുമ്ഹാരെ റിവൺ കെ ജൈസ ലാൽ, നിന്റെ റിവണ് പോലെ എന്താണ് ചോന്നിരിക്കുകയാണ്. നീ കെട്ടിയിരിക്കുന്ന മുടിയുടെ നിറമാണ് എന്തിന്? ബീർ ബഹൂട്ടി. തുമ്നെ കുച്ച് സുന വേല, നീ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? വേല ഹം സുന, കേൾക്കുന്നുണ്ട്. സ്കൂൾ മേ പഹലി ഗണ്ടിലേക്ക്, സ്കൂളിലെ ആദ്യ വെല്ലടിച്ചു. വേല പറയും, ചലോ ദേർ ഹോ ജായെങ്കിൽ, നമുക്ക് വേഗത്തിൽ പോകാം. ആ നേരം നമ്മുടെ സഹീൽ പറയുകയാണ്, മുജെ പൈൻമേ സ്യാഹി വർവാനെ കേലിയെ, എനിക്ക് പേനയിൽ മഷി നിറക്കണം, ദുക്കാൻ സെ. അപ്പം ബേലയും സാഹിലും പേനയിൽ മഷി നിറക്കുവാൻ കടയിലേക്ക് പോവുകയാണ്. രണ്ടുപേരും പേനയിൽ മഷി നിറക്കുവാൻ കടയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ കഥയുടെ ഫസ്റ്റ് ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് ഭാഗത്തിൽ ഒരു തിരക്കഥയ്ക്ക് ചോദിക്കുമ്പോൾ ആദ്യം പാത്ര, സീൻ ഏക്ക്, പാത്ര, സമയ, സ്ഥാൻ, വേഷഭൂഷ, ഉമ്ര. ദൃശ്യം എന്ന് പറഞ്ഞാൽ ഗേത്തോം സെ ബരാ ഇലാക, വയലുകളാൽ നിറഞ്ഞ പ്രദേശം. 11 സാൽ 10 വയസ്സുള്ള അല്ലെങ്കിൽ 11 വയസ്സുള്ള ദോ ബച്ചെ, 2 കുട്ടികൾ. ബെല ഓർ സാഹിൽ, ബെലയും സാഹിലും. ഗിലി സമീൻ ബർ ബീർ ബഹൂട്ടിയാൻ കൊയ്ത്തായെ, നനഞ്ഞ മണ്ണിലിരുന്നു കൊണ്ട് ബീർ ബഹൂട്ടി അന്വേഷിക്കുന്നു. നനഞ്ഞ മണ്ണിലിരുന്നു കൊണ്ട് അവർ എന്തിനന്വേഷിക്കൊണ്ട് ബീർ ബഹൂട്ടി അന്വേഷിക്കുകയാണ്. ഈ സമയത്താണ് സ്കൂൾ മേ പഹലി ഗണ്ടിലേക്ക്, സ്കൂളിലെ ആദ്യ വെല്ലടിക്കുന്നു. അങ്ങനെ രണ്ടുപേരും സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിലേക്കല്ല, മഷി നിറക്കുവാൻ വേണ്ടി കടയിലേക്ക് പോകുന്നു, ബെലയും സാഹിലും. ഇനി രാജസ്ഥാനിലെ ഫുല്ലേറയിൽ ഒന്ന് കാണാം. 1981 രാജസ്ഥാനിലെ ഫുല്ലേറ. സദാസമയം ചരക്ക് വണ്ടികളും യാത്രാവണ്ടികളും നിറഞ്ഞ രാജസ്ഥാൻ കാ ഫുല്ലേറ. ആ ഫുല്ലേറയിൽ ചെറിയ ഇടുങ്ങിയ തെരുവുകൾ. ആ തെരുവുകളിൽ മധുരമായ മണിമുഴക്കിക്കൊണ്ട് കടന്നു പോകുന്ന വഴിയോര കച്ചവടക്കാർ.
ഫേരിവാല. ഇരുണ്ട തെരുവിൽ നിന്നും 6-7 കഴുതകളുടെ കുളമ്പടി ശബ്ദം. ഈ ദൃശ്യങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന 2 സ്കൂൾ കുട്ടികളാണ് ബെല ഓർ സാഹിൽ. ഈ ദിവസം അവർക്ക് 5 പൈസാമേ 5 പൈസക്ക് പേനയിൽ മഷി നിറച്ചു കൊടുക്കുമായിരുന്നു കച്ചവടക്കാരൻ. ഈ ദൃശ്യം കെ ബീച്ച് ഗുസ്തർനെ വാല ദോ സ്കൂൾ ബെച്ചോ ബെല ഓർ സാഹിൽ. ഈ ദൃശ്യങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന 2 സ്കൂൾ കുട്ടികളാണ് ബെലയും സാഹിലും. ആ ദിവസം അവർക്ക് പേനയിൽ 5 പൈസക്ക് നീല സ്യാഹി നീല മഷി നിറച്ചു കൊടുക്കുമായിരുന്നു. പേനയിൽ മഷി നിറക്കുവാൻ വേണ്ടി 2 പേരും കടയിലെത്തുന്നു, ബെലയും സാഹിലും. സഹീൽ പറയുന്നതിന് മുമ്പേ വേല പറയും, ഏക് പൈൻതോ ഏക് സാഹി ബർദോ, ഈ പേനയിൽ ഒന്ന് മഷി നിറച്ചു തരുമോ? അപ്പോൾ കച്ചവടക്കാരൻ പറയാണ്, ബേട്ടാ സ്യാഹിക്ക് ബോധൽ അഭികാലി പോയി, മഷിയുടെ കുപ്പി ഇപ്പോൾ തീർന്നു പോയുള്ളൂ, മഷിക്കുപ്പി ഇപ്പോൾ തീർന്നു പോയി, കൽ പായിക്ക് നാളെ കിട്ടും, അപ്പോൾ നാളേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്ത് അതിനു മുമ്പേ സഹീൽക്കെ പെന്മേ, സഹീലിൻ്റെ പേനയിൽ കൊച്ചു സ്യാഹി കുറച്ച് മഷി ഉണ്ടായിരുന്നു. ജമീൻ ചിട്കിതിയ, നിലത്ത് കുടഞ്ഞു കളഞ്ഞു. അതിനു മുമ്പേ സഹീലിൻ്റെ പേനിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു. സഹീൽ എന്ത് പണിയെടുത്തു? നിലത്ത് കുടഞ്ഞു കളഞ്ഞു. ബേല പറഞ്ഞു. ഈ സമയത്ത് കച്ചവടക്കാരൻ ചോദിച്ചു, ദോനോം കിത്തന കക്ഷാമേ പഠിത്താ ഹേ? 5വീ, 5ാം ക്ലാസ്സിൽ. ബേല എന്തോ ഒരു സന്തോഷത്തോടെ പറഞ്ഞു, ഞങ്ങൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഡിവിഷൻ 5A. കക്ഷാമേ ദോനോം പാസ് പഠിത്താ ഹേ? ക്ലാസ്സിൽ ഒരുമിച്ചിരിക്കുന്നു. കക്ഷാമേ ദോനോം പാസ് പഠിത്തേ ഹേ അല്ലേ? ഒരുമിച്ചിരിക്കുന്നു, പഠിക്കുന്നു. മാത്രമല്ല, ഒരാൾ ഒരു പുസ്തകം വായിക്കുകയാണെങ്കിൽ അത് തന്നെ മറ്റാളും വായിക്കും. സഹീൽ ഒരു കഥ വായിക്കുകയാണെങ്കിൽ വെലയും അധികം വായിക്കും. സഹീൽ പറയുന്നു, ടീച്ചറെ എനിക്ക് വെള്ളം കുടിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ വെലയും പറയും, എനിക്ക് വെള്ളം കുടിക്കാൻ പോകണം. ഒരേ കഥ തന്നെ 2 പേരും വായിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ 2 കഥാപാത്രങ്ങൾ, വെലയും സാഹീലും. ഈ കഥാപാത്രം പ്രഭാതിൻ്റെ കഥാപാത്രമാണ്. ബെല ഓർ സാഹിൽ 5 കക്ഷാമി പഠിത്തായ. ഏക് ദിൻ, ഒരു ദിവസം, ഗണിത കാ മാസ്റ്റർ, കണക്കിൻ്റെ മാൾ, സുരേന്ദ്രജി കക്ഷാക്കെ പ്രവേശ്, ക്ലാസ്സിൽ വന്നു. സുരേന്ദ്രജിയുടെ പീരീഡ് ഗേൽഗണ്ടിക്ക് ബാദ്, ഗേൽഗണ്ടി മീൻസ് PT പീരീഡ്. PT പീരീഡിന് ശേഷം സുരേന്ദ്ര മാഷ പീരീഡാണ്. ബെല്ലടിക്കാൻ 2 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അതിനു മുമ്പേ കുട്ടികളൊക്കെ ക്ലാസ്സിൽ പോയിരിക്കും. അദ്ദേഹത്തെ എല്ലാ കുട്ടികൾക്കും ഭയമാണ്. സുരേന്ദ്രജി കക്ഷാക്കെ പ്രവേശ്, ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഛാത്രോം സെ കാമത്ത, കുട്ടികളൊക്കെ വിറക്കും. അങ്ങനത്തെ ഒരു ക്രൂരനായ ഒരു അധ്യാപകനാണ് സുരേന്ദ്ര മാഷ്. एक दिन सुरेंद्र जी कक्षा के प्रवेश उस समय സരാസി ബെച്ചോം സെ കോഫി ജാഞ്ചന, എല്ലാ കുട്ടികളുടെയും നോട്ട് ബുക്ക് പരിശോധിക്കും. സരാസിലെ എല്ലാ കുട്ടികളുടെയും നോട്ട് ബുക്ക് പരിശോധിക്കുകയും ഗലത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ബെച്ചോം സെ കുട്ടികളെ ഇതർ ഉദർ ഫേങ്ങിന, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളും. ജാപ്പിട് മാർത്തെ അടിക്കും. അടി തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ മറന്നുപോകും. അതാണ് സുരേന്ദ്ര മാഷ്. അപ്പോൾ സുരേന്ദ്രജിക്ക ചരിത്രഗത്, അദ്ദേഹത്തിൻ്റെ എന്താണ് ചരിത്രഗത്? ക്യാരക്ടർ സ്ട്രക്ചർ. സുരേന്ദ്ര മാഷെ ചരിത്രഗത് നമുക്ക് പഠിക്കാം. ഗേൽഗണ്ടി കെ ബാദ് സുരേന്ദ്രജി കാ പീരീഡ്, ഗേൽഗണ്ടി കെ ബാദ് സുരേന്ദ്രജി കാ പീരീഡ്. ഇസി പീരീഡ് സുരേന്ദ്രജി കോഫി ജാഞ്ചന, നോട്ട് ബുക്ക് പരിശോധിക്കും. സരാസി ഗൽത്തി, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ബെച്ചോം സെ കുട്ടികളെ ഇതർ ഉദർ ഫെങ്ങിന, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളും. ജാപ്പിട് മാർത്ത് അടിക്കും. ഇതാണ് നമ്മുടെ കണക്കിൻ്റെ അധ്യാപകനായ സുരേന്ദ്രൻ മാഷിൻ്റെ ചരിത്ര ചിത്രം, ക്യാരക്ടർ സ്ട്രക്ചർ. ഇനി ഒരു ദിവസം സുരേന്ദ്രജി ബേലാക്കി ബാലോം പഞ്ചാപസായ, സുരേന്ദ്ര മാഷ് ബേലയുടെ മുടി കുത്തിപ്പിടിച്ചു. ഏക് ദിൻ സുരേന്ദ്രജി ബേലാക്കി ബാലോം പഞ്ചാപസായ, ഒരു ദിവസം സുരേന്ദ്ര മാഷ് ബേലയുടെ മുടി കുത്തിപ്പിടിച്ചു. ബേല സാഹിൽ കെ സാമനെ ഗുദുക്കോ ശർമിദ മസൂസ് കർണ, ബേല സഹീലിൻ്റെ മുന്നിൽ നാണക്കേട് അനുഭവിച്ചു. ബേല യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ ഒരു തെറ്റും ചെയ്യാതെയാണ് മാഷ് ബേലയുടെ മുടി കുത്തിപ്പിടിച്ചത്. ബേല വല്ലാതെ എന്തായി? ഷർമിന്ദ, നാണക്കേട് അനുഭവിച്ചു. ബേലക്കറിയാം, ഞാൻ സഹീലിൻ്റെ മുന്നിൽ നല്ല കുട്ടിയാണ്, അച്ചിയിലെടുക്കിയെ, മാഷ് വേണമെങ്കിൽ എന്നെ അടിച്ചോ, പക്ഷേ സഹീലിൻ്റെ മുന്നിൽ വെച്ച് ഇത് വേണ്ടായിരുന്നു. ഗണിത കാ മാസ്റ്റ് ബൂരാ വ്യവഹാർ, അദ്ദേഹത്തിൻ്റെ മോശമായ പെരുമാറ്റം ബേലയോട്. ബെല ഓർ സാഹിൽ 5വീ കക്ഷാമേ പഠിത്തായി, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ.
ഏക് ദിൻ സുരേന്ദ്രജി മാഷ് സാബ് ബെല കി ബാലും പഞ്ചാബസായ. ബെലയുടെ മുടി കുത്തിപ്പിടിച്ചു. ബേല സഹീൽ കെ സാമനെ ഗുദുക്കോ ശർമിത മസൂസ് കർണ. ബേല സഹീലിന്റെ മുന്നിൽ നാണക്കേട് അനുഭവിച്ചു. പിന്നീട് ഒരു സംഭവം ഉണ്ടായി. ദീപാവലിക്ക് ചുട്ടിക്ക് ബാദ്, ദീപാവലി അവധിക്ക് ശേഷം സ്കൂൾ തുറന്നു. ദീപാവലി അവധിക്ക് ശേഷം സ്കൂൾ തുറന്നു. സ്കൂൾ തുറന്നപ്പോൾ ബെലാക്കി ബാലോം പർ, ബെലയുടെ ബാൽ തലയിൽ ഒരു സഫേദ് പട്ടി ബാദ്, ഒരു വെള്ള ബാൻഡേജിന്റെ കെട്ട്. ബെലയുടെ തലയിൽ ഒരു വെള്ള ബാൻഡേജിന്റെ കെട്ട്. ചിലർ അവളെ കളിയാക്കി സുൽത്താന ടാക്കു, കൊള്ളക്കാരുടെ രാജ്ഞി എന്ന്. സുൽത്താന ടാക്കു, കൊള്ളക്കാരുടെ രാജ്ഞി എന്ന്. ഹുയ് ഹുയ് എന്നൊക്കെ പറഞ്ഞു ചില കുട്ടികൾ അവളെ കളിയാക്കി. ഇത് കണ്ട് സഹീൽ ഓടി വരിക. ക്യാ ഹുവാ ബേല? ബേല ഇതെന്ത് പറ്റി? ബേല ഇതെന്ത് പറ്റി? അപ്പം ബേല പറഞ്ഞു ചത്തസെ കിർപ്പട, വീട്ടിൻ്റെ മേൽക്കൂരയെന്ന് വീണാന്ന് പറഞ്ഞു. ബേല പറഞ്ഞു ഇന്ന് നമുക്ക് ഗേൽഗണ്ടിക്ക് PT പീരീഡ് മൈതാനത്ത് പോയി ഒറ്റക്കാലിൽ ചാട്ടം കളിച്ചാലോ? ഇപ്പം സഹീൽ പറയും വേണ്ട, സിർമേ ചോടിലേക്ക്, വീണ്ടും തലയിൽ മുറിവുണ്ടാവും, വേണ്ടേ കളിക്കണ്ട, വീണ്ടും ചോടിലേക്ക് മുറിവുണ്ടാവും എന്ന് പറഞ്ഞു. ബേല സിദ്ധാക്കിയാണ്, വാശി പിടിച്ചു. സിദ്ധകർണാക്കിയ വാശി പിടിച്ചു, കളിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അങ്ങനെ മറ്റു കുട്ടികളോടൊപ്പം അവർ അവിടെയുള്ള സ്ക്വയറിൽ പാർക്കിൽ പൂഴിമണ്ണിൽ നിന്നുകൊണ്ടവർ ലങ്കടി ഡാങ് ഒറ്റക്കാലിൽ ചാട്ടം കളിച്ചു. ലങ്കടി ഡാങ് ഒറ്റക്കാലിൽ ചാട്ടം. അപ്പം രണ്ടു കുട്ടികളും മറ്റു കുട്ടികളോടൊപ്പം മൈതാനത്ത് പോയി ഒറ്റക്കാലിൽ ചാട്ടം കളിക്കുകയാണ്, ബെലയും സാഹിലും. മാത്രമല്ല 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ, ബെലയുടെ തലയിൽ വെള്ളക്കെട്ട്, ചത്തസെ ഗിർപ്പട, വീട്ടിൻ്റെ മേൽക്കൂരയെന്ന് വീണിട്ടാണ് ബെലയുടെ തലയിൽ എന്തായത്, വെള്ള ബാൻഡേജ്, സഫേദ് പട്ടി നമ്മൾ കണ്ടത്. ഈ സമയത്ത് അവിടെ ഗാന്ധിജിയുടെ പ്രതിമ പതിവ് സമയത്തേക്കാളും പുഞ്ചിരിക്കുന്നതായി കാണാൻ പറ്റും. എന്തായിരിക്കാം? ഒരുപക്ഷെ ഗാന്ധിജിയുടെ പ്രതിമ പലപ്പോഴും പുഞ്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടാവും. അതിനു പുറമെ ബച്ചോം സെ ഖുഷി, കുട്ടികളുടെ സന്തോഷം, ഗാന്ധി കാ മൻ ബഹുത്ത് പസന്ദ്, ഗാന്ധിജിയുടെ മനസ്സിനെ വല്ലാതെ സന്തോഷമാക്കിയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ആ പ്രതിമ നമുക്ക് ചിരിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ രണ്ടുപേരും അവിടുന്ന് ക്ലാസ്സിലേക്ക്, ബെലയും സാഹിലും. മറ്റൊരു സംഭവം ഉണ്ടായത് ഇങ്ങനെയാണ് പിന്നീട്. എന്താണ് മറ്റൊരു സംഭവം? രവിവാർ കാ ദിൻ സഹീൽ കാ പിണ്ടലി കീഴിലേക്ക്, ഒരു ഞായറാഴ്ച ദിവസം സഹീലിൻ്റെ കാൽമുട്ടിന് കീഴിലേക്ക് ആണി കയറി. എങ്ങനെയാണ് ആണി കയറിയതെന്ന് പറയുമ്പോൾ രസകരമായ സംഭവമാണ്. തൻ്റെ വീട്ടിൻ്റെ അവിടെ ഒരു ബേപ്പിൻ്റെ മരമുണ്ട്. ആ ബേപ്പിൻ്റെ മരം ഇങ്ങനെ പകടിക്കർ പിടിച്ച് ഇങ്ങനെ ആടി. മാത്രമല്ല അടിയിൽ ഒരു സ്റ്റൂൾ വെച്ചിട്ടുണ്ട്. ആ സ്റ്റൂളിൻ്റെ മുകളിൽ കയറിയാണ് അവനിങ്ങനെ ആടുന്നത്. പെട്ടെന്ന് സ്റ്റൂള് പൊട്ടി. ടൂട്ടെ സ്റ്റൂള് പൊട്ടി. ഏക് കീൽ, ഒരാണി സഹീൽ കി പിണ്ടിലിമേ ലഗി, സഹീലിൻ്റെ കാൽമുട്ടിന് കയറി. കാൽമുട്ടിന് താഴെ മാംസപേശിയിൽ കയറി ഒരാണി സഹീലിൻ്റെ കാൽമുട്ടിന് കയറി. സഹീലിനെ ഉടനെ സർക്കാർ ആസ്പത്രിയിൽ എങ്ങോട്ട് കൊണ്ടുപോയി? ഒരു സർക്കാർ ആസ്പത്രിയിൽ കൊണ്ടുപോയി. പട്ടി ബാന്തിന് കീഴി, പാസ്റ്റർ ഇടാൻ വേണ്ടി, മരുന്ന് വെച്ച് കെട്ടാൻ വേണ്ടി. ഈ സമയത്തുണ്ട് 1 ഇഞ്ച് ആഴത്തിൽ അവൻ്റെ കാല് കുഴിഞ്ഞുപോയി. ഈ സമയത്തുമുണ്ട് ആസ്പത്രിയിൽ 2 ആൾക്കാർക്കിടയിൽ നമ്മുടെ വേല നിൽക്കുന്നു. സഹീൽ ഇങ്ങനെ കൊണ്ടുപോയാണ് ആസ്പത്രിയിൽ. ആ സമയത്താണ് 2 ആൾക്കാർക്കിടയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, വേല നിൽക്കുന്നു. ഒരാളുടെ തലയിലാണ് കെട്ടെങ്കിൽ മറ്റാളുടെ കാൽമുട്ടന്. ഇങ്ങനെ തലക്കും കാലിനും കെട്ടുള്ള 2 കുട്ടികളെ ദിവസങ്ങളോളം സ്കൂളിൽ കാണാം. ഒരുമിച്ച് വരുന്നു, ഒരുമിച്ച് പഠിക്കുന്നു, ഒരുമിച്ച് വരുന്നു, ഒരുമിച്ച് പഠിക്കുന്നു. ആ 2 കഥാപാത്രം പ്രഭാതിൻ്റെ. ഒരാളുടെ തലയിലാണ് കെട്ടെങ്കിൽ മറ്റാളുടെ കാൽമുട്ടന്. ഇങ്ങനെ തലക്കും കാലിനും കെട്ടുള്ള 2 കുട്ടികൾ, ബെല ഓർ സാഹിൽ, 5वीं कक्षा में पढ़ता है. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 കുട്ടികൾ. അങ്ങനെ ഈ കുട്ടികളുടെ അവസാന നിമിഷങ്ങളിലേക്കാണ് ഇനി കഥ പോകുന്നത്. പ്രഭാത് അതിനെ മനോഹരമാക്കി മാറ്റുന്നുണ്ട്. 5ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു. 5वीं कक्षा का റിസൾട്ട് ആയ 5ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു. ദോനോം ഛട്ടിമേ ആകി, 2 പേരും 6ാം ക്ലാസ്സിലേക്ക് പോവുകയാണ്. 5ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നു, 2 പേരും 6ാം ക്ലാസ്സിലേക്ക് പോകുന്നു. ഈ സ്കൂളിൽ 5 പേര് മാത്രമേ ഉള്ളൂ. അങ്ങനെ 2 പേരും പരസ്പരം കാണുകയാണ്.
അപ്പോൾ പറയുന്നു, സഹീൽ ചോദിക്കുന്നു, ബേല തും കഹാം പഠേങ്കെ, നീ എവിടെയാണ് പഠിക്കുന്നത്? അപ്പം ബേല പറയും, സഹീൽ ചോദിച്ചു, തും കഹാം പഠേങ്കെ? അപ്പോൾ ബേല പറയും, മേരാ പപ്പ രാജകന്യ പാഠശാല പഠേങ്കെ, എൻ്റെ പപ്പ എന്നെ സർക്കാർ സ്കൂളിലേക്കാണ് പറഞ്ഞേക്കുന്നത്. തും കഹാം പഠേ? അപ്പോൾ നീ എങ്ങോട്ടാണ്? അജ്മീർ. അകലെ സാൽ അജ്മീർ മേ ജായെങ്കെ, ഞാൻ അടുത്ത വർഷം അജ്മീറിലേക്ക് പോകും. ഓ, രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നു. ബേല പറയും, ഓ, സഹീലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നു. സഹീൽ പറയും, നിന്റെ പ്രോഗ്രസ് കാർഡ് ഒന്ന് കാണിച്ചു. രണ്ടുപേരും പരസ്പരം അവരുടെ പ്രോഗ്രസ് കാർഡുകൾ, മാർക്ക് ലിസ്റ്റുകൾ പരസ്പരം നോക്കുന്നു. അവസാനമായി എന്തോ വസ്തുവിനെ സ്പർശിക്കുന്നത് പോലെ അവരിങ്ങനെ നോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നു. ഫുല്ലേറയിൽ മുഴുവൻ മേഘാവൃതമായിരിക്കുകയാണ്. ബേല ചോദിക്കും, ഞാൻ നിന്നെ കളിയാക്കട്ടെ, ഞാൻ നിന്നെ ചിടാവോ, ദേഷ്യം പിടിപ്പിക്കട്ടെ സഹീൽ, ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കട്ടെ സഹീൽ? കരയുന്ന മുഖമുള്ളവൻ സഹീൽ, രോണി സൂരത് സഹീൽ, കരയുന്ന മുഖമുള്ളവൻ സഹീൽ, രോണി സൂരത് സഹീൽ, ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കട്ടെ? രണ്ടുപേരുടെയും കണ്ണുകൾ നിറയുന്നു. സഹീൽ കി ആങ്ക്, സഹീലിന്റെ കണ്ണുകൾ ബീർ ബഹൂട്ടിക്ക് തരക്ലാൽ, ബീർ ബഹൂട്ടിയെ പോലെ ചോന്നിരിക്കുകയാണ്. അതിൽ നിറയെ ബാരിഷ് കി ബൂന്ദേ, മഴത്തുള്ളികൾ, മഴത്തുള്ളികളാണ്. ഒരേ ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച് പരസ്പരം അടുത്തടുത്തിരുന്ന് പഠിച്ച രണ്ട് കുട്ടികൾ പിരിഞ്ഞു പോകുന്നു. പ്രഭാതന്റെ കഥ. ബെല ഓർ സാഹിൽ, ബെലയും സാഹിലും. ഇപ്പോൾ പുല്ലേറ മുഴുവൻ മേഘാവൃതമായിരിക്കുകയാണ്. മഴമേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഫുല്ലേറ. ബാരിഷ് കി പഹലെ സേ ഏക് ബാരിഷ് കാ ദിൻ, മഴയ്ക്ക് മുമ്പുള്ള ഒരു മഴ ദിവസമായിരുന്നു അത്. വേർപാടിൻ്റെയും ആ നിമിഷങ്ങൾ, രണ്ടുപേരുടെയും കണ്ണുനീർത്തുള്ളികൾ മഴത്തുള്ളികൾ പോലെ ഉള്ള ആ നിമിഷങ്ങൾ. അവർ പിരിഞ്ഞു പോകുന്നു, ബെലയും സാഹിലും. ഒരാളുടെ തലയിലാണെങ്കിൽ ബീർ ബഹൂട്ടിയുടെ നിറമുള്ള ചുവന്ന റിവൺ കൊണ്ട് മുടി കെട്ടിയിരിക്കുകയാണ്. മറ്റാളുടെ കാലിനാണെങ്കിൽ 1 ഇഞ്ച് ആഴത്തിലുള്ള ബീർ ബഹൂട്ടിക്ക നിറമുള്ള നിശാൻ, ഒരു അടയാളമുണ്ടായിരുന്നു. ബീർ ബഹൂട്ടിയുടെ നിറമുള്ള അടയാളം സഹീലിൻ്റെ മുറിവിൽ. അങ്ങനെ രണ്ട് കുട്ടികളും, ഒരാൾ ഒരു ദിശയിലൂടെ കടന്നു പോകുന്നു, മറ്റാൾ മറുദിശയിലൂടെ കടന്നു പോകുന്നു, ബെലയും സാഹീലും. കാറ്റടിക്കുന്നുണ്ട്, മേഘങ്ങൾ വ്യാവൃതമാണ്, ചെറുതായി മഴ പെയ്യുന്നു. രണ്ടും വരും രണ്ടു ദിശയിലേക്കാണ് പോകുന്നത്, ബെലയും സാഹീലും. ഗിലി സമീൻ പർ ബെല ഓർ സാഹിൽ ബീർ ബഹൂട്ടിയാ മൊഴിത്തായി, നനഞ്ഞ മണ്ണിരുന്നു കൊണ്ട് ബെലയും സാഹീലും ബീർ ബഹൂട്ടി അന്വേഷിക്കുന്നു. കഷാമേ ദോനോ പാസ് പാസ് ബൈഠക്കർ പഠിത്തേ, ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് പഠിക്കുന്നു. ഏക് ദിൻ സുരേന്ദ്രജി ബേല കി ബാലും പഞ്ചാബ് പസായ, ഒരു ദിവസം സുരേന്ദ്ര മാഷ് ബെലയുടെ മുടി കുത്തിപ്പിടിക്കുന്നു. ബേല സാഹിൽ കെ സാമനെ ഗുദ്കോ ശർമിന്ദ മഹ്സൂസ് കർത്തി, ബേല സഹീലിന്റെ മുന്നിൽ നാണക്കേട് അനുഭവിക്കുന്നു. ദീപാവലിക്ക് ചുട്ടിക്ക് ബാദ് ബേല കെ സിർ പർ സഫേദ് പട്ടി ബാന്ധി തീ, ദീപാവലിക്ക് അവധിക്ക് ശേഷം വേലയുടെ തലയിൽ വെള്ളക്കെട്ട്, വേലയുടെ തലയിൽ ഒരു വെള്ളക്കെട്ട് കാണാൻ പറ്റും. രവിവാർ കാ ദിൻ സഹീൽ കാ പിണ്ടലിമേ കീലേകി, ഞായറാഴ്ച ദിവസം സഹീലിന്റെ കാൽമുട്ടിന് ആണി കയറുന്നു. 5 കക്ഷാ കാ റിസൾട്ട് ആയ, 5 കക്ഷാ കാ റിസൾട്ട് ആയ, 5ാം ക്ലാസ്സിൽ റിസൾട്ട് വന്നു. ദോനോ അലഗ് വോ ജാ രഹാ ഹൈ, രണ്ടുപേരും വേറെ വേറെ ദിശയിലേക്ക് പോകുന്നു. ഇത് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഈ 9 പോയിന്റിലൂടെ, ഈ 9 പോയിന്റ് ശരിക്കും പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഡയറി എഴുതാൻ പറ്റും, തിരക്കഥ ഉണ്ടാക്കാൻ പറ്റും, ടിപ്പണി എഴുതാൻ പറ്റും. ഇപ്പം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നത്, ബീർ ബഹൂട്ടിക്ക് വിശേഷത ക്യാ ഹൈ, നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ബീർ ബഹൂട്ടിയുടെ വിശേഷത എന്താണ്? ബീർ ബഹൂട്ടിയുടെ വിശേഷത, ധർത്തി പർ ചൽത്തി ഫിർത്തി ഗൂൻകി പ്യാരി പ്യാരി ബൂന്തേം സുർഗുമുലായാം ഗദ്ബതി, മണ്ണിലൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന രക്തവർണ്ണത്തുള്ളികൾ പോലെയുള്ള ഒരു ഷഡ്പദമാണിത് ബീർ ബഹൂട്ടി.